ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ആ പുതിയ വീട്ടിൽ പോയി അവിടെയൊക്കെ കുറച്ച് ഒതുക്കണമല്ലോ, തൂക്കിയൊക്കെ വേണം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഞാനും അമ്മയും ചേട്ടനും ആദ്യം പോവും. അത് കഴിഞ്ഞ് ചേട്ടൻ തിരിച്ച് വന്ന് അമ്മൂമ്മയും പിന്നെ മാമനെയും വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ പോവാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും. അതെ, നമ്മളെവിടെ പോവാണ്? നമ്മൾ പുതിയ വീട്ടിലോട്ട് പോവുകയാണ്. പുതിയ വീട് ഇവിടുന്ന് വഴി ഡോർ എടുത്ത് വെച്ചാലോ, മാപ്പിന്റെ അടുത്ത് വെക്കാം. നേരെ പോവുക, വളവ് നമ്മുടെ അങ്ങനെയല്ല മല, കുന്ന്, വീട്. നമ്മൾ വളയുക. അതെ, അതുകൊണ്ട് നമ്മൾ സ്കൂട്ടറിലാണ് രാവിലെ എല്ലാം കൊണ്ടുപോകുന്നത്. എൻ്റെ പൊക്കറ്റൊക്കെ. ഗായ്സ്, ഇതാണ് നമ്മുടെ പുതിയ വീട്. കണ്ടോ, അകത്തോട്ട് കയറാം. തുറക്കൂ സി ലൈറ്റ് ഓണായി കിടക്കുന്നു. കുറെ ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം. അപ്പം ഞാനിതൊക്കെ വച്ചിട്ട് കയറിയപ്പോൾ എൻ്റെ മുടിയൊക്കെ കഴിഞ്ഞു. ഇതാണ് കോലം. അപ്പം ഇതൊക്കെ നമുക്ക് തൂത്ത് വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, താഴത്തെ മുറി ഞങ്ങളുടെ അല്ല, എൻ്റെ പേരൻസിൻ്റെതാണ്. സോ പിന്നെ ഇത് കയറി മേളിൽ പോയാൽ നമ്മുടെ റൂം, എൻ്റെയും ചേട്ടൻ്റെയും. ഇവിടെ അടുക്കള. മേളിൽ എനിക്കിപ്പോൾ കയറാൻ വയ്യ, അതുകൊണ്ട് ഞാൻ കയറുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഗൈസ്, അങ്ങനെ തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ ഇതാണ് പപ്പയുടെ അമ്മയുടെ റൂം. അപ്പം ഇവിടെ എത്രയും അപ്പം കാണിച്ചോളൂ. മറ്റേ ലൈറ്റ് ഇട്ടോളൂ. സൂപ്പർ ലൈറ്റ്. ഇവർക്ക് ഇറച്ചി വയ്ക്കുന്ന ലൈറ്റ് ഉണ്ട്. ഉണ്ടാ, രാത്രിയൊക്കെ ഇട്ടാൽ നല്ല വൈബായിരിക്കും. ഡിസ്കോ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങളുടെ റൂം കാണിച്ചെടുത്തില്ല, പിന്നെ കാണിച്ചു തരാം. അപ്പം അത് കഴിഞ്ഞ് ഇവിടെ അത്രയും വൃത്തിയാക്കി, മേളിലൊക്കെ വൃത്തിയാക്കി, പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കി. ഇവിടെ ഈ സ്ഥലം അവിടെ വൃത്തിയാക്കുന്നേ ഉള്ളൂ, അമ്മയും അമ്മൂമ്മയും കൂടി. പിന്നെ ചേട്ടൻ ഇപ്പം ഇവിടെ ഈ റൂമിൽ താഴാൻ പോവുക. എങ്ങനെയാണ് തുളച്ചിട്ട് ഞാനും കുറേ തൂക്കുന്നുണ്ട്. ഞാൻ മാറി ചെയ്യാം. ഞാൻ തൂക്കും, തുടയ്ക്കും. ഞാൻ കഴുകിയ വാഷ് ബേസ് കാണണ്ടേ. ലൈറ്റ് കണ്ണാടി. ഞങ്ങളിപ്പോൾ റീൽസൊക്കെ പകർക്കാം. പുതിയ വീട്ടിൽ വെച്ച് താൻ തുടയ്ക്കാം. ഞാൻ ഇവിടെ വൃത്തിയാക്കിയിട്ടില്ല. ഇവിടെ ഇനി കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ പുറത്തൊക്കെ സെറ്റാക്കാനുണ്ട്. കുറേ ചെടികളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അവിടെ കുറേ ചെടികൾ അതെല്ലാം അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പോയി ബാക്കി ചെയ്യട്ടെ. ക്ഷീണിച്ച് വിശക്കുന്നു. അപ്പം അവിടെ തുടച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ തുടയ്ക്കണം. ഇവിടെ നല്ല ചൂട്. 1-2 മണിയാന്ന് തോന്നുന്നു. വീട്ടിൽ വന്നു. ഇപ്പം വന്ന് കസേര കിടന്ന് ഇണകത്തില്ല, ഒന്നും കഴിയുന്നില്ല കൊടുത്തിട്ട്. ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് ചോറ് ചട്ടിയിലിട്ട് ചോറ് കഴിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എന്ത് ചട്ടി വെച്ചാലും ലാസ്റ്റ് ഞാൻ തന്നെ തിന്നും. അവരൊക്കെ കഴിച്ച് ഞാൻ പിന്നെ ഇച്ചിരി താമസമാണ് കഴിക്കുക. പിന്നെ എന്താ ഇവ ഇങ്ങനെ ജാടാ 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 അമ്മയ്ക്ക് അമ്മ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഒന്ന് കുളിച്ച് റെഡിയായിട്ട് പോകാം. അതാകുമ്പോൾ എനിക്ക് 5:30 ആകുമ്പോൾ
പെട്ടി പോയി ഒരു കുഞ്ഞു പെട്ടി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ റെഡിയായി. ഇനി എന്നെ ഡാൻസ് ക്ലാസ്സിലോട്ടാക്കിയിട്ട് പിന്നെ അമ്മയും പപ്പയും ചേട്ടനും അവരെന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. സോറി, ഞാൻ പോകും. എനിക്ക് വയ്യ. സോ ഞാൻ പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ മാറ്റി. ഇത് പിറ്റേ ദിവസമായി കേട്ടോ. കാരണം ഇന്നലെ കുറച്ച് സാധനങ്ങളെ അങ്ങോട്ട് ആക്കിയുള്ളൂ. അലമാരിയും പിന്നെ ഒരു സോഫ എങ്ങാണ്ട്. ബാക്കി ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നിർത്തി. ഇതൊക്കെ എടുത്ത് പെട്ടിയിലോട്ടാക്കി. പിന്നെ ഇന്ത്യ ജയിച്ചിരുന്നു. ചത്തൊക്കെ മര്യാദക്ക് ഇട്. ഇന്ത്യ 9 റൺസിന് ജയിച്ചു. അത് ഇവരതും കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അവിടെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവരത് കണ്ടോണ്ടിരിക്കുന്നു. ഇത് കണ്ടോ ചേട്ടന് ഡിസ്റ്റിങ്ഷൻ കിട്ടിയതിന്റെ. എനിക്ക് അങ്ങനെ വാക്കൊന്നും തിരിയത്തില്ല. സോ അത് കിട്ടിയതിന്റെ ട്രോഫി ഇന്ന് പോയി മേടിച്ചിട്ടാണ്. പിന്നെ അങ്ങനെ ഇതൊക്കെ ആക്കി റെഡി ആയിട്ടിരിക്കുക. ഞാൻ ഫുഡ് കഴിച്ചു. പിന്നെ അവർ പോയിട്ട് വന്നിട്ട് ഇനി കഴിക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും. ഓക്കെ. എല്ലാം ഇങ്ങോട്ടാക്കിക്കൊണ്ടിരിക്കുക. കട്ടില്, അതിൻ്റെ ഇത്, പിന്നെ സാധനങ്ങളൊക്കെ തുണിയൊക്കെ ഉമ്മയാ മടക്കുന്നത്. ഞാൻ കുറച്ച് മടക്കി കൊടുത്ത് പിന്നെ ബാക്കി അവർ മടക്കി. പിന്നെ അവർ മേളിലോട്ട് ഇപ്പോൾ അലമാരി കൊണ്ടുപോയി. ഞങ്ങളുടെ അലമാരി കൊണ്ടുപോയി. ഞങ്ങളുടെ അലമാരി ഇത്, പിന്നെ ഇത് ഞങ്ങളുടെ അത്തയുടെ അവിടെ ഇരുന്നത് അമ്മയുടെ പപ്പയുടെ. ഞങ്ങളുടെ ബെഡ്, പിന്നെ അതുകൊണ്ട് കട്ടിൽ അതിൻ്റെ അകത്ത് ഇരിക്കുമോ, അതെടുത്തിട്ടില്ല. അപ്പം ഇപ്പോഴും നടക്കും. ഇനി എത്ര നേരം വരെ പോകുമെന്നറിയില്ല. നാളെ സ്കൂളിൽ പോകണമെന്നൊക്കെയാണ് ഇതുവരെയുള്ള പ്ലാൻ. പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെ അടുക്കളയിലെല്ലാം ഒരുവിധം ഇങ്ങനെ സെറ്റ് ചെയ്ത് ഓവൻ കൊണ്ടുവന്നു. പിന്നെ ഇത് മിക്സി, ഗ്രൈൻഡർ, പിന്നെ സംഭവങ്ങൾ എല്ലാം കൂടെ കുറേയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബാക്കി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇത്ര നേരം മുകളിൽ ഞങ്ങളുടെ റൂമിലെ കമ്പിയൊക്കെ തപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ റൂം അത്രയും കാണിച്ചില്ല ഇതുവരെ. കാണിക്കാം ഞാൻ വെച്ചാൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിക്കാൻ വിചാരിച്ചു. പിന്നെ താഴത്തെ റൂം കാണിച്ചതെന്ന് വെച്ചാൽ അവിടെയാണ് എല്ലാം വെക്കുന്നത്. മേലത്തെ റൂം കാണിക്കാത്ത എന്താ വെച്ചാൽ എനിക്ക് അവിടെ വരെ കയറാനുള്ള മടി ഈ വീഡിയോ എടുക്കുമ്പോൾ. അപ്പം ഇച്ചിരി ഇരിക്കണമെന്നുണ്ട്, പക്ഷെ സമയമില്ല. അമ്മയ്ക്ക് പൊടി അലർജി ആയതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ തുടക്കം തോത്ത് ഇങ്ങനെ നിൽക്കുക. സത്യം പറഞ്ഞാൽ ചത്തെന്ന് പറഞ്ഞാൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള ആർക്കും. എന്നിട്ട് നമ്മളിതെല്ലാം കട്ടിലെല്ലാം സെറ്റ് ചെയ്ത് ടേബിളാക്കി അലമാരിയാക്കി ഇവിടെ എല്ലാം എല്ലാ റൂമിലും ചെയ്ത്. പക്ഷെ വയ്യ, എല്ലാവരും ക്ഷീണിച്ചപ്പോഴത്തേക്ക്. ഇനിയും ഉണ്ട് സോഫയൊക്കെ. ചാച്ചനൊക്കെ അതാ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് ജീവനില്ലാറുണ്ട്. ചത്ത് വയ്യ. ഇത് ആരും വീട് പറയരുത്. ഞാൻ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു. അത് അങ്ങനെ ഇപ്പോൾ 3ാമത്തെ ദിവസമായിരിക്കുന്നു വീട് മാറാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഞാൻ സ്കൂളിൽ പോയില്ല. എൻ്റെ നടുവിനൊക്കെ നീരായിട്ട് ഫുള്ള് വേദന. എപ്പം മാറുന്നു, ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്നലെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. ഇപ്പം മഴ, നല്ല മഴ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ കാപ്പി കുടിച്ചില്ല. ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റ് 8:30 എമ്മയെടുത്ത് കുറേ നേരം അവിടെ ചുമ്മാ ഇരുന്ന് അവിടെ കുറേയൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. പല സ്വിച്ചൊക്കെ ഇവിടെ ഇതിട്ട് അവിടെ ഓടാവുന്ന അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ സ്വിച്ചൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ ഇരിക്കുമായിരുന്നു. എൻ്റെ കാപ്പിയും പക്ഷെ കഴിക്കാൻ ഒന്നും തന്നില്ല. കഴിക്കാൻ സ്നാക്സ് ഉണ്ടാ? കട്ടനല്ല, സ്നാക്സ്. എവിടെ ഇരിക്കുന്നു? ഞാൻ ഇനി അതിൻ്റെ ഇടയിൽ കയറണ്ടേ? എന്നിട്ട് ബിസ്ക്കറ്റ് എടുത്ത് തന്നുകൂടെ നിങ്ങൾക്ക്? അവിടെ അത്ര ആൾക്കാരില്ലേ? ഗൈസ്, ഞാൻ റെഡി ആയിട്ട് എവിടെ പോകുന്നത് വിചാരിച്ച. അയ്യോ ലൈറ്റ് ഇല്ല മാധവി. വെയിറ്റ്, ഞാൻ ലൈറ്റ് ഇടട്ടെ. ഓക്കെ സെറ്റ്. വെട്ടക്കുറവുണ്ടല്ലോ എന്നാലും. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളൊരു ഇതൊക്കെ ഒതുക്കിയിട്ടുണ്ട്. എൻ്റെ പാവയെ തൂക്കി അമ്മയുടെ മെഷീൻ വെച്ചു, ഫോട്ടോസ് എൻ്റെ ഇതൊക്കെ വെച്ചു. അപ്പം എൻ്റെ റൂം കാണിക്കാമെന്ന് എൻ്റെ അല്ല, ഞങ്ങളുടെ, അതായത് എൻ്റെയും ചേട്ടൻ്റെയും റൂം കാണിക്കാമെന്ന് കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കാണിക്കുന്നില്ല. അപ്പം ഇന്ന് കാണിക്കാം.
അപ്പം ഇപ്പൊ ഒരുവിധം എല്ലാം ഒതുക്കി കഴിഞ്ഞു. എല്ലാം എന്ന് പറയാൻ പറ്റില്ല, സോഫയൊക്കെ കൊണ്ടുവന്ന് തുടങ്ങി. ഒരുവിധം എല്ലാം കഴിഞ്ഞു. ഞാൻ ഡാൻസിന് പോകാൻ റെഡിയായി. ഇപ്പൊ എന്താ പറയാ, എല്ലാം സെറ്റായി. ഇപ്പോഴാണ് നമ്മളൊന്ന് ഇതായി വന്നത്. അലമാരിയൊക്കെ, ഇവിടുത്തെ അലമാരി ഞാൻ ഒതുക്കി, അവിടുത്തത് അവരൊതുക്കി. ഇത്രയും ഞാൻ ചെയ്തു. കുറച്ചൊക്കെ അമ്മ സഹായിച്ചു, കുറച്ചൊക്കെ, ബാക്കി അത്രയും ഞാൻ ചെയ്തു. അപ്പൊ ഇതാണ് റൂം. ഇത് ഞങ്ങളുടെ ടേബിള്, അലമാരി, കട്ടില്, കട്ടൻ, വാഷ്റൂം. ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പം റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ എത്തും. ഞാൻ നേരത്തെ കാണിച്ച സ്ഥലത്തെത്തും. അവിടെ നിന്ന് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ടുണ്ട്. അത് തുറന്ന ബാൽക്കണിയെ. പിന്നെ അത് ഞാൻ പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടേക്ക് ഒന്ന് റീൽസൊക്കെ ചെയ്യാൻ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം 6 മണിക്ക് ഡാൻസ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഓക്കെ. അപ്പം നമ്മുടെ വീട് എത്ര ദിവസം എടുത്താച്ചാ ചോദിക്കാൻ? 3 ദിവസത്തിൽ കൂടുതലെടുത്ത് നമ്മുടെ വീട് ഒതുക്കാൻ. ഇരുണ്ടിരിക്കുന്ന അവിടുത്തെ സ്വിച്ച് ഒന്നും അറിയത്തില്ല, അതുകൊണ്ടെല്ലാം ഇടണം. ഇപ്പഴാ റെഡി. ടി വി വെച്ച് വലിയ സോഫ കൊണ്ടുവന്ന് അവിടെ വിളക്കത്തിക്കുന്ന സംഭവം സെറ്റ് ചെയ്ത്. അതിന് നമ്മൾ എത്ര ദിവസം എടുത്ത്? 3 ദിവസം ഇതെല്ലാം അങ്ങോട്ടാക്കാൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീട് മാറുന്നതിന്റെ വിശേഷം. ഞാൻ മിക്കവാറും ഇത് കട്ട് ചെയ്തായിരിക്കും ഇടുന്നത്. കാരണം 3 ദിവസത്തെ ഉള്ളതുകൊണ്ട് വലിയൊരു വീഡിയോ ആയിരിക്കും. അപ്പൊ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ടായിരിക്കും ഇടുന്നത്. അപ്പം ഇതൊക്കെയാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീട് മാറുന്നതിന്റെ വിശേഷങ്ങൾ. പാർട്ട് 1 ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ അതിന്റെ ബാക്കിയാണ്. എല്ലാം സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.